നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിന് വൻ സ്വീകരണം നൽകി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് സ്വർണ്ണക്കപ്പ് ജില്ലാ വിദ്യാഭ്യാസ അധികൃതർക്ക് കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയത്തോടെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മാത്രമല്ല, പങ്കെടുത്തവർക്കും ജില്ലയിലെ മറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അംഗീകാരവും പ്രോത്സാഹനവും കൂടിയാണ് ഈ നേട്ടമെന്ന് മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിന് ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ നൽകിയ സ്വീകരണം വർണ്ണാഭമായി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ ജില്ലാ അധികൃതർക്ക് കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. കെ രാമചന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങി. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 25,000 കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് പൊട്ടിവീണത്. 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പെരുമ്പിലാവ് കരിക്കാട് കൊങ്ങണൂർ റോഡിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. മേനോത്ത് പരേതനായ ബാവയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. തായ്നഗർ തുടങ്ങിൽ വീട്ടിൽ ശ്രീലതയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീടിന്റെ ബാൽക്കണിയിൽ കത്തിച്ചുവെച്ച തിരുവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. ആർത്താറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തി. ആർത്താറ്റ് നാടഞ്ചേരി വീട്ടിൽ സിന്ധുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതി മുതുവറ സ്വദേശി കണ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത്. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ മെയ്ലി ഓബൻ അതിരപ്പള്ളിയെ സന്ദർശിക്കും. ജനുവരി 15-നാണ് ഹംഗറി പ്രസിഡന്റ് അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നത്. വാടാനപ്പള്ളി ചിലങ്ക പെട്രോൾ പമ്പിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. എടമുട്ടം സ്വദേശികളായ ഇത്തിക്കാട്ട് വീട്ടിൽ അഷ്ഫാഖ്, പുത്തൂർ വീട്ടിൽ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കടങ്ങോട് പഞ്ചായത്ത് 5-ാം വാർഡിലെ കിഴക്കുമുറിയിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. പന്നിയെ പിന്നീട് ഭക്ഷ്യയോഗ്യമല്ലാതെയാക്കി കുഴിച്ചുമൂടി. തിരുവമ്പാടി ദേവസ്വത്തിന്റെ 28ാമത് ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തന ആലാപനവും സംഗീത തിലക പുരസ്കാര സമർപ്പണവും നടന്നു. വെള്ളിയാഴ്ചയാണ് ഏകാദശി ആഘോഷം. ഏകാദശിയോടെ 10 ദിവസം നീണ്ടുനിന്ന സംഗീതോത്സവത്തിന് സമാപനമാകും. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗാനാലാപനത്തിനായി മടത്തുംപടി സ്വദേശിനി VS വിസ്മയ്ക്ക് അവസരം. കൾച്ചറൽ വിഭാഗത്തിൽ എറണാകുളം ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിസ്മയ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിനിയാണ്. മടത്തുംപടി സ്വദേശി ചെതുരുത്തി വീട്ടിൽ സുനിലിന്റെയും ബിന്ദുവിന്റെയും മകളാണ്. മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമാനിറ്റിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കോടാലിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. TUCI സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വിജിലൻസ് പരിശോധന നടത്തി. ആശുപത്രിയിൽ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു പരിശോധന. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയോടനുബന്ധിച്ച് നെല്ലുവായ് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TD സുരേഷ് എന്നിവർ ചേർന്ന് ധന്വന്തരി ആയുർവേദ ഭവൻ ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ S ശ്രീനാഥ്, ബാബു വടതല എന്നിവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനിയുടെ മെത്രാപ്പോലിറ്റൻ പട്ടാഭിഷേകത്തിന്റെ 2ാം വാർഷികം പൌരോഹിത്യ ദിനമായി ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ചെറുതേവർ എഴുന്നള്ളിപ്പ് നടന്നു. മേൽശാന്തി മേക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാടക്കത്തറ പഞ്ചായത്തിലെ കരുവാങ്കാട്, ചിറക്കേക്കാട്, മേനോൻ റോഡ്, പൈനാപ്പിൾ എന്നിവിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ രാജൻ നിർവഹിച്ചു.
CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം നഗരത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോസ്റ്റർ പ്രചരണം ഉദ്ഘാടനം ചെയ്തു. ചിറക്കാക്കോട് താളിക്കോട് കനാൽപുറം റോഡിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആനവണ്ടി ചന്തവും ജലധാരയുമായി പാലിയംതുരുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ വർണ്ണക്കൂടാരം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് കൊടുങ്ങല്ലൂർ BRCയുടെ നേതൃത്വത്തിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്. കുറുമാലിപ്പുഴയിലെ വാസുപുരം ചക്കാലക്കടവിൽ വേനൽക്കാലത്ത് നിർമ്മിക്കാറുള്ള താൽക്കാലിക മൺചിറയുടെ നിർമ്മാണം വൈകുന്നു. വേനൽ ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചിറ നിർമ്മാണത്തിന് നടപടി ആരംഭിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. സംസ്ഥാന കലോത്സവത്തിലെ മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ നയന മണികണ്ഠന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി MP. ഇരിങ്ങാലക്കുട മുരിയാട് തറയിലക്കാട് നയനയുടെ വീട്ടിലെത്തി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറാണ് വിവരം അറിയിച്ചത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള അംഗത്വ തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. ജില്ലാ പ്രസിഡന്റ് TD സുന്ദർലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി സംഘടിപ്പിച്ചു. പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷം ശനിയാഴ്ച നടക്കും. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. മുള്ളൂർക്കര സുശ്രുത ആയുർവേദ ചികിത്സാലയത്തിലെ ആയുർവേദ ശസ്ത്രക്രിയാ വിഭാഗം ഉദ്ഘാടനം ശനിയാഴ്ച MLA UR പ്രദീപ് നിർവഹിക്കും. മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിക്കും. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. വലപ്പാട് SHO MK രമേശ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞാണി പോണല്ലൂർ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. പാൽക്കണ്ടി എഴുന്നള്ളിപ്പ്, ആഴിനൃത്തം എന്നിവ നടന്നു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാം വാർഷികം ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കരാഞ്ചിറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ശതോത്തര ജൂബിലി സമാപനവും പെരുന്നാളും 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. 13-ന് വൈകിട്ട് ശതോത്തര സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കും. പുല്ലാനിക്കാട് മംഗലം പുന്നംപറമ്പ് റോഡിന് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധികൃതർ കടുത്ത നിസ്സംഗത പുലർത്തുന്നത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെന്ററിന്റെയും തൃശൂർ സെന്റ് മേരീസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടക്കുന്ന മേളയിൽ 25-ൽ പരം ഉദ്യോഗദായകർ പങ്കെടുക്കും. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ DCCയിൽ പ്രവാസി ഭാരതീയ ദിവസ് ആചരണം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് പാലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകി. 1 മണിക്കൂറോളം യാത്രക്കാർ വലഞ്ഞു. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ ഘടകം രൂപീകരിക്കുന്നതിനായുള്ള പ്രഥമ കൺവെൻഷൻ ശനിയാഴ്ച കേരള സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടക്കും. മേയർ MK വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂരിൽ കടവരാന്തയിൽ ഉറങ്ങിയിരുന്ന യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് 2500 രൂപ കവർന്നു. പേരാമംഗലം ആറ്റുവളപ്പിൽ വീട്ടിൽ പ്രസാദിന്റെ പണമാണ് മോഷണം പോയത്. പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിന്റെ ശതാബ്ദി വിളംബര ഘോഷയാത്ര ശനിയാഴ്ച നടക്കും. വിളംബര ഘോഷയാത്ര പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗാമ അബാക്കസ് 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ദേശീയതല അബാക്കസ് മത്സരം ശനിയാഴ്ച തൃശൂർ VKN മേനോർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും.
അഡ്വക്കേറ്റ് വി ബൽറാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അഡ്വക്കേറ്റ് വി ബൽറാം സ്മൃതി പുരസ്കാരം മുൻ MP TN പ്രതാപന്. ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുന്ന വി ബൽറാം അനുസ്മരണ സമ്മേളനത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല TN പ്രതാപന് അവാർഡ് സമ്മാനിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായ മിനി മാസ് ലൈറ്റ് പുല്ലൂരിൽ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എടതിരുത്തി സെന്റ് ആൻസ് വിദ്യാലയത്തിലെ വാർഷികാഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കടങ്ങോട് സ്വാമിപ്പടിക്ക് സമീപം ബുള്ളറ്റും കാറും കൂട്ടിയിടിച്ച് ബുള്ളറ്റ് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലങ്ങളായി സ്ഥിരമായി തകരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലെ കട്ടവിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു. റോഡ് കയ്യേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണമാണ് നടക്കുന്നതെന്നും ആക്ഷേപം. പൂവത്തൂർ കാക്കശ്ശേരിയിൽ പുനർനിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം ഇബ്രാഹിമുൽ ഖാലിലുൽ തങ്ങൾ കടലുണ്ടി നിർവഹിച്ചു. പൂവത്തൂർ മഹല്ല് ഖത്തീബ് ഹംസ സഖാഫി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളിയിൽ A ഗ്രേഡ് നേടിയ ഗഹന ഹരിയെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വസതിയിലെത്തി അനുമോദിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തുറയൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. 8ാമത് തൃശൂർ ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ നാളെ ആരംഭിക്കും. രവികൃഷ്ണ തിയേറ്ററിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന PTA ജനറൽ ബോഡി യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്യാമ PS യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃത ഗാനാലാപന മത്സരത്തിൽ A ഗ്രേഡും ലളിതഗാന മത്സരത്തിൽ B ഗ്രേഡും കരസ്ഥമാക്കിയ കൃഷ്ണദേവ് ദിലീപ് കുമാറിനെ താന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പൊക്കാഞ്ചേരി പുഴയ്ക്ക് സമീപം എട്ടക്കാപ്പ് തോട്ടിൽ വയോധികനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൊക്കാഞ്ചേരി ചേർക്കര തണ്ടയാൻ വീട്ടിൽ 80 വയസ്സുള്ള പുഷ്പാങ്കദനാണ് മരിച്ചത്. നവീകരണം പൂർത്തിയായാൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് ലീഡർ K കരുണാകരന്റെ പേര് നൽകണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്ന് 31 വർഷം തികയുന്നതിന്റെ ആഹ്ലാദ സൂചകമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചത്. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ഉപകരണ ആവശ്യകത നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി നാളെ. ആയിരങ്ങൾ എത്തിച്ചേരുന്ന സ്വർഗവാതിൽ ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.